മൂഴിയാർ ഡാം തുറക്കുന്നത് മുന്നൊരുക്കങ്ങൾ പാലിക്കാതെയെന്ന ആക്ഷേപം. ഡാം തുറക്കുന്നതിനായുള്ള ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഡാം തുറക്കുന്നതിന് മുന്നോടിയായി അലാറം നൽകിയില്ലെന്നും പ്രത്യേക അനൗൺസ്മെന്റുകൾ ഉണ്ടായില്ലെന്നും പരാതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിലും വീഴ്ച സംഭവിച്ചു. വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നത്. ശ്രീരാജ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ശ്യാമിലി, അതായത് മൂഴിയാർ ഡാം തുറക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ, മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിയില്ല എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കാരണം ഓറഞ്ച് ബുക്ക് ഈ ഡാം തുറക്കുന്നതിന് മുന്നോടിയായി പാലിക്കപ്പെടേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഉൾപ്പെട്ടിട്ടുള്ള ഓറഞ്ച് ബുക്കിൽ പറയുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതായത് ഓറഞ്ച് ബുക്കിൽ പറയുന്നത് പോലെ ഈ ഡാം തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അലാം നൽകണം. അതുപോലെ തന്നെ ഇത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകണം. അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് മുൻപ് തന്നെ ഈ അനൗൺസ്മെന്റുകൾ ഈ ഭാഗത്തെല്ലാം നടത്തണം. അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തെ ആളുകളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. മൂഴിയാർ ഡാം തുറന്നതാണ് ഏറ്റവും പ്രധാനമായും റാന്നിയിലടക്കം വലിയ തരത്തിലുള്ള വെള്ളം കയറാൻ കാരണമായത്. അതായത് മണിയാർ ഡാം, മൂഴിയാർ ഡാം, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മണിയാർ ഡാമിന്റെ ഷട്ടറുകളുടെ നിർമ്മാണ പ്രവൃത്തി വളരെ കാലം കൊണ്ട് തന്നെ നടക്കുകയാണ്. അത് അവിടെ വെള്ളം തടഞ്ഞു നിർത്താനുള്ള ഒരു സാധ്യത ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഈ മൂഴിയാർ ഡാം കൂടി തുറന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ചെയ്യാൻ, ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇവ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ അതിൻ്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്നും പൂർണ്ണമായും മാറി താമസിക്കാനുള്ള ഒരു സമയം ലഭിച്ചില്ല. അവർക്ക് പൂർണ്ണമായും അവിടെ നിന്നും മാറി മറ്റൊരു സുരക്ഷിത ഇടത്തേക്ക് മാറാനുള്ള അവസരം അവർക്ക് അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടായില്ല എന്നാണ് നിലവിൽ അവിടെയുള്ള ആളുകളടക്കം പറയുന്നത്. പ്രാദേശികമായി ഇത് ബാധിച്ചിട്ടുള്ള ആളുകളടക്കം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നേരത്തെ മുൻകൂട്ടി ഇത് ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും ഈ മൂഴിയാർ ഡാമുമായി അല്ലെങ്കിൽ അത് തുറന്നു വിട്ടാൽ ബാധിക്കുന്ന പ്രദേശത്തെ തീരപ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപൊക്കെ ഡാം തുറക്കുന്ന ഘട്ടത്തിൽ വളരെ നേരത്തെ തന്നെ അതിനു വേണ്ടുന്ന യോഗങ്ങൾ കൂടി അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി, അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ നൽകി ആണ് അത്തരത്തിൽ ഡാമുകൾ തുറക്കാറുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം ഉത്തരവുകൾ ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. പക്ഷേ ഈ പ്രളയക്കെടുതി അല്ലെങ്കിൽ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഈ മൂഴിയാർ ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ പോലും ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രീരാജ് തുടരുക. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയായ രാജു അബ്രഹാം അവിടെ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാജു അബ്രഹാം, അതായത് മൂഴിയാർ ഡാം തുറന്നത് മുന്നൊരുക്കങ്ങൾ പാലിക്കാതെ എന്നാണ് നിലവിൽ ഉയരുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ പലർക്കും ഒരു സുരക്ഷാ മുൻകരുതലും എടുക്കുവാൻ സാധിച്ചിട്ടില്ല. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ് റാന്നി മുഴുവൻ എങ്ങനെയാണ് ഇത് അഫക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഇരുട്ടിൽ നിർത്തിയാണ് നിലവിൽ ഈ ഡാം തുറന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ഇതിനോടുള്ള പ്രതികരണം? ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇങ്ങനെയാണോ അവിടെയുള്ളവരൊക്കെ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്? മൂഴിയാർ ഡാം മുന്നറിയിപ്പില്ലാതെയാണ് തുറന്നുവിട്ടത്. മൂഴിയാർ ഡാം തുറന്നുവിട്ടത് കൊണ്ട് പിന്നീട് അയ്യപ്പ ഹൈഡൽ പ്രോജക്റ്റിന്റെ കാരികയം അണക്കെട്ടും തുറന്നു വിടേണ്ടി വന്നു. അതിനു മുമ്പ് തന്നെ അള്ളുങ്കൽ പവർ ഹൗസ് പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായിപ്പോയി. മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ കുറച്ച് സാധനങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. ജനറേറ്റർ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. ലക്ഷങ്ങൾ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല, അതിനെല്ലാം ഉപരി അതിതീവ്ര മഴയാണ് രാത്രിയിൽ ഉണ്ടായത്. ആ തീവ്ര മഴയുടെ വെള്ളത്തിന്റെ കൂടെയാണ് ഈ 2 അണക്കെട്ടുകളിലെ വെള്ളം റാന്നിയിലേക്ക് എത്തിയത്. ഏറ്റവും വെള്ളപ്പൊക്കം ദുരന്തപൂർണമായത് ഈ അണക്കെട്ടുകൾ തുറന്നു വിട്ടത് കൊണ്ടാണ്. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം അണക്കെട്ടുകൾ തുറക്കുവാനുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്നു. അതുപ്രകാരം എല്ലാവരെയും അറിയിച്ച് അതിനുവേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ്, സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടാക്കി, ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി. ആ ഗ്രൂപ്പുകൾ വഴി അറിയിപ്പ് കൊടുത്ത് മാത്രമേ അണക്കെട്ടുകൾ തുറക്കാവൂ എന്നായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടാക്കിയ തീരുമാനം. അതുകൂടാതെ ഏത് സന്ദർഭത്തിലും അണക്കെട്ട് തുറക്കുന്നതിന് മുമ്പ് അണക്കെട്ട് തുറന്നത് മൂലം വെള്ളം വരാനിടയാകുന്ന സ്ഥലങ്ങൾ അവിടെയെല്ലാം അനൗൺസ്മെന്റ്
അത് റവന്യൂ വകുപ്പ്, പോലീസ് തുടങ്ങിയ കേന്ദ്രങ്ങളിലെ അനൗൺസ്മെന്റ് നിർബന്ധമായും പണ്ട് മുതലേ പാലിച്ചു വരുന്ന കീഴ്വഴക്കമാണ്. ഇവിടെ അർദ്ധരാത്രിയിലാണ് വെള്ളം തീവ്ര മഴയെ തുടർന്ന് ക്രമാതീതമായി വെള്ളം ഉയർന്നത്. ശരി, അങ്കിൽ അണക്കെട്ട് ഞാൻ അറിഞ്ഞത് 2 മണിയോടുകൂടി അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നു വിടുകയായിരുന്നു. അപ്പൊ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ അണക്കെട്ട് തുറന്നു വിട്ടതിന് ശേഷമാണെങ്കിൽ പോലും നമുക്ക് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ കോടികളുടെ നഷ്ടം ഉണ്ടാകത്തില്ലായിരുന്നു. കടകളിൽ നിന്ന് സാധനങ്ങൾ അവർക്ക് പറക്കി മാറ്റാനുള്ള സമയം കിട്ടുമായിരുന്നു, അവരോട് എത്തുമായിരുന്നു. അതുപോലെ തന്നെ വീടുകളിൽ നിന്നും ഉപകരണങ്ങൾ മാറ്റാനുള്ള സമയം അവർക്ക് കിട്ടുമായിരുന്നു. ഇതൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പില്ലാതെ അണക്കെട്ടുകൾ തുറന്നു വിട്ടത് മൂലം ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ ജില്ലയിൽ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ അതിതീവ്ര മഴ പെയ്യും എന്നുണ്ടെങ്കിൽ റെഡ് അലേർട്ട് ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പൊ റെഡ് അലേർട്ട് ഇല്ലായിരുന്നത് കൊണ്ട് ജനങ്ങൾ ഒരു മുൻകരുതൽ എടുത്തിരുന്നില്ല. റെഡ് അലേർട്ട് കൊടുക്കാതിരുന്നത് മറ്റൊരു ഗുരുതരമായ വീഴ്ചയാണ്. പ്രളയം ബാധിച്ച് റാന്നി ടൗൺ മുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സർക്കാർ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമാണ് രാജു അബ്രഹാം. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. അതായത് നേരത്തെ അവിടെ റാന്നിയിൽ വ്യാപാരികളൊക്കെ വലിയ പ്രക്ഷോഭത്തിലാണ്, അവരൊക്കെ വലിയ വൈകാരികമായി പ്രതികരിക്കുകയാണ്. കാരണം ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, അവർ ഇന്ന് സാധനങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിന്നുള്ള വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നീക്കിയില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പൈസക്ക് ഇതൊക്കെ മാറ്റേണ്ടി വരും എന്നതടക്കമുള്ള ചില നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് തുടങ്ങിയ ആക്ഷേപങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് നാളെ അവരൊക്കെ ഒരു പ്രതിഷേധത്തിനൊക്കെ അവിടെ തയ്യാറെടുക്കുകയാണ്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ VS അനു അവിടെ നിന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. CPM-ന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് പാർട്ടി അവിടെ നിലവിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്? മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വൻപിച്ച പരാജയമാണ്. ഇന്നലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വിഷ്ണുനാഥ് അവിടെ വന്ന് യൂത്ത് കോൺഗ്രസുകാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയത് ചിത്രത്തിൽ കാണാനിടയായി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂട്ടുകയും ബന്ധപ്പെട്ട ആളുകളെ കൂട്ടുകയും ചെയ്യാനുള്ള അറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ താഴെയുള്ള താലൂക്ക് തല ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടവരെ എല്ലാം വിളിച്ച് ഇത്തരത്തിൽ അറിയിക്കുമായിരുന്നു. അത്തരത്തിലൊരു അറിയിപ്പ് ഉണ്ടായില്ല, അത്തരത്തിലൊരു യോഗം ഉണ്ടായില്ല. രണ്ടാമത്തെ കാര്യം, ഭക്ഷണ സാധനങ്ങൾ വീടുകളിൽ അടിയന്തരമായി കൊടുക്കേണ്ടതാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം DYFI ആണ് ഇന്നലെ ഏറ്റെടുത്തത്. 500-ലധികം വീടുകൾ ഈ റാന്നി പരിസരത്ത് തന്നെ വെള്ളത്തിനടിയിലായി. പിന്നെ താഴെയോട്ട് ആറന്മുള വരെയുള്ള ഭാഗവും മുകളിലോട്ട് പമ്പാവാലി വരെയുള്ള ഒരു ഭാഗം എടുത്താൽ ഏതാണ്ട് 2000-ലധികം വീടുകൾ കുറഞ്ഞത് വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ആ വീടുകളിൽ കനത്ത നാശനഷ്ടമാണ്. അപ്പൊ അവർക്ക് തൽക്കാലം കുറെ ആളുകൾ ക്യാമ്പിലുണ്ട്. മണിമലയാറിന്റെ ചിത്രം ഇതാണ്. മല്ലപ്പള്ളി മേഖലയിൽ 300ഓളം ആളുകൾ ക്യാമ്പിലാണ്. അച്ചൻകോവിലാർ മാത്രമേ അത്ര വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും അവിടെയും ഒരു 400-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പുറത്ത് സംഭവിച്ചത് അങ്ങനെയല്ല. വളരെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. ക്യാമ്പുകളിൽ ഉള്ളവർക്ക് മാത്രമല്ല, ക്യാമ്പുകളിൽ അല്ലാത്ത ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കണം. കടകളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അന്യായമായ ഒരു നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആരും ചെയ്യാറില്ല. ഇവിടെ നേരത്തെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി, 2019 വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ സന്ദർഭങ്ങളിലൊക്കെ സന്നദ്ധ സേവന പ്രവർത്തകരാണ് പഞ്ചായത്തും ഒക്കെ ചേർന്നാണ് നമ്മുടെ നാട് ശുദ്ധീകരിച്ചത്. 2018-19 ക്ലീൻ കേരള കമ്പനിയാണ്. ക്ലീൻ കേരള കമ്പനി റാന്നി ടൗണിൽ നിന്ന് തന്നെ 400 ലോഡ് വേസ്റ്റ് ആണ് കൊണ്ടുപോയത്. സർക്കാരാണ് ചെയ്തത്. സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന് ക്രൈസിസ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അവർക്ക് സമ്പൂർണ്ണ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നന്ദി രാജു അബ്രഹാം. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമാണ് നമ്മളോട് ന്യൂസ് മലയാളത്തോട് ഇപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോൾ ശ്രീരാജ് ബാബു അവിടെ നിന്നും തുടരുന്നുണ്ട്. രാജു അബ്രഹാം പറയുന്നത് ശ്രീരാജും കൂടെ കേട്ടിരിക്കുമെന്നാണ് തോന്നുന്നത്. ഒരു നിർദ്ദേശവും മുൻകൂട്ടി നൽകുവാനോ അതിൽ വലിയ പരാജയമാണ് നിലവിൽ ക്രൈസിസ് മാനേജ്മെന്റ് അടക്കം ഈ മുന്നറിയിപ്പുകൾ നൽകുന്നതിലടക്കം അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയേണ്ടത് ഇനി ജില്ലാ ഭരണകൂടം അടക്കം ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉള്ളവരൊക്കെ ഈ കാര്യങ്ങളോട്, ഈ ആക്ഷേപത്തോടെ എങ്ങനെയാണ് നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്?
ശ്യാമിലി, പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവർ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലുണ്ടായ വീഴ്ച അല്ലെങ്കിൽ അതിലെ കാലതാമസം അവർക്കിടയിൽ വലിയ അമർഷം ഉണ്ടായിട്ടുണ്ട്, വലിയ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതിലെ കാലതാമസം മുതൽ ഈ ഡാം തുറന്നുവിടുന്നതിലെ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ വരെ ആ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഡാം തുറക്കുന്നതിന് മുൻപായി ഓറഞ്ച് ബുക്കിൽ പാലിക്കേണ്ട ഒരു നിർദ്ദേശങ്ങളും തന്നെ പാലിക്കപ്പെടാതെ മാത്രമാണ് ഈ ഡാം തുറന്നത്. ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകാൻ പോകുന്നു എന്ന അല്ലെങ്കിൽ ഈ ഡാം തുറന്നു വിടുന്നു, വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു അടിസ്ഥാന ബോധ്യം പോലും അവർക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്നും മാറി താമസിക്കാനോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാകുന്ന തരത്തിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നത് പരിഹരിക്കാനോ മുൻകൂട്ടി കണ്ട് അവയെല്ലാം അവിടെ നിന്നും മാറ്റാനോ ഉള്ള സമയം ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ വീഴ്ച വലിയ ഒരു വീഴ്ച തന്നെയാണ്. റാന്നി ടൗണിലേക്കടക്കം വെള്ളം എത്തുന്നതിൽ, അവിടെ ഈ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഈ മൂഴിയാർ ഡാം മുന്നറിയിപ്പുകൾ ഇല്ലാതെ തുറന്നുവിട്ടതാണ്. മൂഴിയാർ ഡാമിൽ നിന്നും തുറന്നുവിട്ട ജലം റാന്നി ടൗണിൽ ഉൾപ്പെടെ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുകയും അതിന്റെ ബാക്കിപത്രം എന്നോണമാണ് ആറന്മുളയിൽ പറഞ്ഞു വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് വീഴ്ചകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രതിസന്ധി നേരിടുന്ന മേഖലകൾ റാന്നിയും ആറന്മുളയും ബാധിച്ചിട്ടുള്ളത് മൂഴിയാർ ഡാം മുന്നറിയിപ്പുകൾ ഇല്ലാതെ തുറന്നുവിട്ടതിലൂടെയാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആക്ഷേപം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകുകയും അനൗൺസ്മെന്റുകൾ പുറപ്പെടുവിക്കുകയും ഈ ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ തീവ്രത ഇത്രത്തോളം വലുതാകുമായിരുന്നില്ല. ഈ നിർദ്ദേശങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വാഭാവികമായും നിർദ്ദേശം നൽകുമ്പോൾ വ്യാപാരികൾക്കടക്കം ഇവർക്ക് നിർദ്ദേശം നൽകാൻ, നേരത്തെ കൂട്ടി നിർദ്ദേശം നൽകാൻ അവർക്ക് സാധിക്കും. ആ കടകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട സാമഗ്രികളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു അവസരം സ്വാഭാവികമായും ആ നാട്ടുകാർക്കുണ്ടാവും. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വീഴ്ച ഉണ്ടായത് ജില്ലാ ഭരണകൂടത്തിൻ്റെതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാതിരുന്നത്, വകുപ്പിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാതിരുന്നത് എല്ലാം തന്നെ ഒരു വലിയ വീഴ്ചയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴക്കെടുതിയിൽ, രാത്രി ഉണ്ടായ മഴയിലുണ്ടായ വെള്ളപ്പൊക്കവും അതിനെ തുടർന്നുണ്ടായ നാശനഷ്ടവും എല്ലാം തന്നെ അതിൻ്റെ ഒരു കാരണമായും പ്രധാനപ്പെട്ടതായി എടുത്തു കാട്ടേണ്ടത് ഈ ഡാം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും അതിന്റെ ഒഴിപ്പിക്കൽ നടപടികളൊക്കെ അവിടെ പുനരാരംഭിക്കുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ, ഇതിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇവ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവ കൃത്യമായി നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നത് വലിയ വീഴ്ച തന്നെയാണ്. ശ്യാമിലി. ശരി, ശ്രീരാജ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ